CPM നേതാവായ അബ്ദുറഹ്മാന്റെ സ്മരണാർത്ഥം ഭാഡൂർ ലോക്കൽ കമ്മിറ്റിയാണ് അങ്കടിമുഖർ സ്കൂളിൽ കമാനം നിർമ്മിച്ചത്. ഇത് സംബന്ധിച്ചാണ് വലിയ തർക്കം ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ഉണ്ടായത്. ഈ ഭാഡൂർ ലോക്കൽ കമ്മിറ്റി നിർമ്മിച്ച കമാനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം നിർവഹിക്കുകയും ചെയ്തിരുന്നു. ഇതാണ് യോഗം ആരംഭിച്ച ഉടൻ തന്നെ പ്രതിപക്ഷ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. കോൺഗ്രസ് അംഗമായ സോമശേഖർ ആ ഡിവിഷനിലെ അംഗമാണ്. അദ്ദേഹം ഈ വിഷയം പ്രസിഡന്റിന് മുന്നിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. തുടർന്ന് അരമണിക്കൂറിലേറെ നേരം വലിയ രീതിയിലുള്ള ബഹളത്തിലേക്കാണ് ജില്ലാ പഞ്ചായത്ത് യോഗം നീങ്ങിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതിപക്ഷ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഇവിടെ ഉണ്ടായ ചർച്ച എന്ന് വെച്ചാൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ സ്പോൺസർ ചെയ്ത് ഒരു കമാനം ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിൽ പ്രവർത്തിക്കുന്ന ഒരു വിദ്യാലയത്തിൽ വെക്കാൻ പാടുണ്ടോ? അത്തരം കമാനം നിർമ്മിച്ചാൽ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് സ്ഥാപിക്കാൻ പാടുണ്ടോ? സ്പോൺസറുടെ പേര് വെക്കാൻ പാടുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ശക്തമായ രീതിയിൽ പ്രതിപക്ഷം ഉന്നയിക്കുകയുണ്ടായി. ഈ വിഷയം പരിശോധിച്ച് അടുത്ത യോഗത്തിൽ സെക്രട്ടറി മുഖാന്തരം പരിശോധിച്ച് അടുത്ത യോഗത്തിൽ മറുപടി ഉണ്ടാകും, റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു എബ്രഹാം ഇതിന് മറുപടി നൽകിയത്. ഏറെ നേരം വാക്കേറ്റം തുടർന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ കമാനം ഇപ്പോൾ CPM ലോക്കൽ കമ്മിറ്റിയുടെ പേരിലാണ് അങ്കടിമുഖർ ഗവൺമെന്റ് സ്കൂളിൽ കമാനമുള്ളത്. ഇത്തരത്തിൽ ഈ കമാനം നീക്കം ചെയ്തില്ലെങ്കിൽ യു ഡി എഫ് അംഗങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിൽ അവരുടെ പാർട്ടിയുടെ പേരിലും ജില്ലയിലുടനീളം സർക്കാർ വിദ്യാലയങ്ങളിൽ കമാനം സ്ഥാപിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ പേരിൽ പാർട്ടിയുടെ പേര് ആലേഖനം ചെയ്യും എന്ന ഒരു കാര്യം കൂടി പ്രതിഷേധങ്ങൾക്കിടെ അംഗങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. അത്തരത്തിൽ അത് അംഗീകരിക്കാൻ സാധിക്കുമോ എന്നൊരു ചോദ്യവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് മുന്നിൽ UDF അംഗങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും അതിശക്തമായ പ്രതിഷേധമാണ് ലോക്കൽ കമ്മിറ്റിയുടെ പേര് ആലേഖനം ചെയ്തുകൊണ്ട് കമാനം സ്ഥാപിച്ച സംഭവത്തിൽ ജില്ലാ പഞ്ചായത്ത് യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്.